ഹായ് ഡിയേഴ്സ്, ഇത് ഇന്നലെ നമ്മൾ രാത്രി ഒരു വീഡിയോ എടുത്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ആ വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ കാണുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ഒരു പുതിയ ഗ്രേ പാരറ്റിൻ്റെ അഡൾട്ട് പെയറിനെ കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ കൂട് സെറ്റ് ചെയ്യണതും എല്ലാം കാണിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ കൂട് എങ്ങനെയാണ് വീടിൻ്റെ ഉള്ളിൽ വെക്കണത്, കമ്പിയിട്ട് കെട്ടണ കാര്യങ്ങൾ, അതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. പരമാവധി വീഡിയോ ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. ഇപ്പോൾ രാവിലെ ഒരു 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ മനുവേട്ടൻ കഴക്കൂട്ടത്തുനിന്ന് കിളീനെ കളക്ട് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ബോക്സിൽ കമ്പിയുടെ ബോക്സ് തന്നെയാണ്. ഈ ഗ്രേ പാരറ്റ് ആകുമ്പോൾ അത്യാവശ്യം നല്ല സെക്യൂറായിട്ട് പാക്ക് ചെയ്യണം. ഈ ബേർഡിന് ബോക്സൊക്കെ കടിച്ച് പറിക്കാനായിട്ട് നല്ല കഴിവാണ് കേട്ടോ. അപ്പോൾ പേപ്പറൊക്കെ വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നന്നായി കയറൊക്കെ ഇട്ട് കെട്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. മോനൊന്നും എണീറ്റിരുന്നില്ല കേട്ടോ. ഇപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടോ ഗേറ്റ് തുറക്കണ സൗണ്ട് അങ്ങോട്ട് കേട്ട് വന്നിരിക്കുകയാണ്. എണീറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവർക്കറിയായിരുന്നു ഇന്ന് രാവിലെ തന്നെ ബേർഡിനെ കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ എണീറ്റ് നേരെ വന്നിട്ടുള്ളൂ കേട്ടോ. മോളറിഞ്ഞിട്ടില്ല. അവളെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വിളിക്കണം. സാധാരണ ഇത്രയും നേരത്തെ എണീക്കാറില്ല കേട്ടോ. ഇന്നിപ്പോൾ പെട്ടെന്ന് എണീറ്റ് വന്നതാണ്. ഈ ഗ്രേ പാരറ്റ്സ് അവർക്ക് കംഫർട്ട് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. ഇങ്ങനെ ഒരു ഭയങ്കര റഫായിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കും. അതാണ് കേട്ടോ ഇപ്പോൾ കേട്ടത്. ഇപ്പോൾ നമ്മൾ ആ കൂടിൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അതങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വീറ്റായിട്ടുള്ള വോയിസ് ഒന്നല്ല, അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ളൊരു സൗണ്ട്. പിന്നെ അവർ കാമായിട്ടൊന്ന് കൂടിൻ്റെ ഉള്ളിലൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഈ സൗണ്ട് അധികം ഉണ്ടാക്കില്ല കേട്ടോ. ഇപ്പോഴൊക്കെ ആ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ കൂട് നമ്മൾ അതായത് മോള് ഇപ്പോൾ 7:45 ക്ലാസ്സിൽ പോവും, സ്കൂളിൽ പോവും. മോനിന്ന് പനിയായതിൻ്റെ പേരിൽ ചെറിയ ചൂടുണ്ടാവുന്നത്, അപ്പോൾ വിടണില്ല. അപ്പോൾ അതിന് ശേഷം കൂട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 2 പേരില്ലാണ്ട് ഒരുമിച്ച് ആ ജനൽമേലേക്ക് കൂട് ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റില്ല. ഊരി വെച്ചിരിക്കുകയായിരുന്നു നമ്മൾ കൂട്. ഇപ്പോൾ കണക്ട് ചെയ്യുവേ. കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാക്കും. ബേർഡ്സ് ആ പേപ്പർ ഒക്കെ നന്നായി കടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ കമ്പിയൊക്കെ കടിക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ പറ്റുമേ. കമ്പിയുമ്മ കടിക്കണ ഒരു ശബ്ദമാണ് കേട്ടോ അത് കേൾക്കുന്നത്. പിന്നെ ഈ ബേർഡ് തന്നെ വേറൊരു ടിക് ടിക് എന്ന് പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതും കേൾക്കാൻ പറ്റും. മോളിപ്പോൾ സ്കൂളിൽ പോവാണ്. മോൻ ജസ്റ്റ് ഇവിടെ തൊട്ടടുത്ത് വരെ ഒന്ന് കൊണ്ടാക്കിയാൽ മതി. അപ്പോൾ സ്കൂൾ ബസ് വരും. അതിന് ശേഷം ഏട്ടൻ വന്നിട്ട് ഇപ്പോൾ ഫുള്ള് കണക്ട് ചെയ്ത് വേഗം കിളികളെ ഇടണം. ഒരു 9:30 ആകുമ്പോഴേക്കും പുള്ളിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഒരുവിധം സെറ്റ് ചെയ്യണം. ബേർഡ്സിനെ നമ്മളിവിടെ താഴേക്ക് ഒന്ന് നീക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഹാളിൽ ഈ ജനലുമലായിട്ടാണ് കേട്ടോ കൂട് സെറ്റ് ചെയ്യണത്. ഇപ്പോൾ മാർച്ച് ലാസ്റ്റ് വരെ ഇവിടെ വീടിൻ്റെ ഉള്ളിൽ നിർത്തുള്ളൂ. പിന്നെ വെക്കേഷന് നാട്ടിൽ പോകുമ്പോൾ അവിടെ ടെറസിലാണ് കിളികളുള്ളത്. അപ്പോൾ അവിടേക്ക് കൊണ്ട് ഇടും. അപ്പോൾ അതിന് ഒരു പരിചയം വരണ വരെ മാത്രം ഇപ്പോൾ ഒരു 1.5 മാസം അത്രയേ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഇതാണ് കേട്ടോ കൂട്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനു മുന്നേ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കിളികളുണ്ടായിരുന്നു. ഇതേ കൂട്ടിൽ തന്നെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. ഇനി ഇതിനെ നിവർത്തിയിട്ട് ഗ്രേ ആയതിൻ്റെ പേരിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമ്പി വെച്ച് കെട്ടി സെക്യൂർ ചെയ്യണം. ഇവർ കമ്പിയൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള ചുണ്ടാണല്ലോ. അപ്പോൾ പെട്ടെന്ന് വളച്ച് ഒടിക്കാനൊക്കെയുള്ള കഴിവുണ്ട്. അപ്പോൾ വേറെ കമ്പി വെച്ച് കെട്ടിയിട്ട് വേണം കൂട് സെറ്റ് ചെയ്യാനായിട്ട്. ഈ കമ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ കമ്പി വെച്ച് നമ്മൾ ജനലുമ്മ കെട്ടി വെക്കണതും അതുപോലെ തന്നെ കൂടിൻ്റെ ഓരോ കോർണേഴ്സൊന്ന് ഈ കമ്പി വെച്ച് നന്നായി കെട്ടി സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂട് ഓൾറെഡി കമ്പി കൊണ്ടുള്ള കൂടാണ് എങ്കിൽ പോലും ഒന്നും കൂടി ഒന്ന് ഈ കോർണറും ജോയിൻസൊക്കെ ഒന്ന് കമ്പി വെച്ച് കെട്ടും.
നമ്മളിത് ആ കൂടിനെ ഫുള്ളായിട്ട് നിവർത്തിയിട്ടോ ശരിക്കുള്ള ആ ഒരു കൂടിൻ്റെ ഷേപ്പിലേക്ക് ആക്കി. ഇനിയിപ്പോൾ ആ മടക്കി വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കമ്പി വെച്ച് കെട്ടി ലോക്ക് ചെയ്യേണ്ടത്. ദേവക്കുട്ടൻ ഇങ്ങനെ ഹെൽപ്പറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവന് ചെറിയൊരു പനിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കൂടണ്ടാന്ന് വെച്ചിട്ട് ഇന്ന് ക്ലാസ്സിലേക്ക് വിട്ടില്ല. ഇങ്ങനെ ഓരോ ഹെൽപ്പൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ പുള്ളിക്ക്. ഇടയ്ക്കിടയ്ക്ക് ആ കിളീനിയും വന്ന് നോക്കണുണ്ട്. ഇനിയിപ്പോൾ കമ്പി വെച്ച് കെട്ടണേ. ഇങ്ങനെ ഓരോ ജോയിൻറ്റിലും ചെറിയ ചെറിയ കമ്പികൾ വെച്ച് കെട്ടി സെക്യൂർ ചെയ്ത് കൊടുക്കണം. ആ കൂട് വിടാനുള്ള സാധ്യതയുള്ള ആ ജോയിൻസിലൊക്കെ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കൂടിൻ്റെ ഉള്ളിൽ മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന കമ്പനിയാണ്, വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. മുന്നേ കിളികളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തു കിളികൾക്ക് ഇരിക്കാനൊക്കെയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ കൂടിൻ്റെ ചെറിയ ചെറിയ ഡോറുകൾ, അതായത് ശരിക്കും ഇത് ഫുഡിൻ്റെ ചെറിയ ട്രേകൾ വെച്ച് കൊടുക്കാനുള്ള ഗ്യാപ്പാണ് കേട്ടോ, തുറന്നിട്ട് അതിലേ വെക്കാനുള്ളത്. പക്ഷേ ഗ്രേ അത്യാവശ്യം വലിയ ബേർഡായ കാരണം കൊണ്ട് നമ്മൾ കുറച്ചും കൂടി വലിയ പാത്രത്തിൽ ഫുഡ് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ലോക്ക് ചെയ്തിടാനാണ് കേട്ടോ. ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ബാക്കി ചെറിയ സെനഗൽ പാരറ്റ് അതിനൊന്നും ഇതിൽ തന്നെ ഭക്ഷണം വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനത്തെ ഈ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ കൂടെ ചെറിയ ട്രേ വെച്ചിട്ട് ഫുഡ് കൊടുത്താൽ മതി. ഗ്രേക്ക് ഇപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ആ ഒരു മെയിൻ ഡോറ് മാത്രമാണ് തുറക്കാൻ ഉദ്ദേശിക്കാനുള്ളൂ. ബാക്കിയൊക്കെ പെർമനൻ്റായിട്ട് ലോക്ക് ചെയ്തിടാനാണ്. ഈ മെയിൻ ഡോറിൻ്റെ അവിടെ അതെ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ മാത്രമാണ് തുറക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിടണം. ഈ ബേർഡ് അത്യാവശ്യം നല്ല ടെൻഡൻസിയാണ് ഇതിന് പുറത്തേക്ക് കിടക്കാനായിട്ട്. അതിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. കമ്പിയൊക്കെ വളച്ച് ഒടിച്ച് പൊട്ടിക്കാനൊക്കെ അറിയുകയും ചെയ്യാം. ദേവ അതിൻ്റെ ഇടയിൽ അവൻ്റെ ചെറിയ കുഞ്ഞിക്കളികളൊക്കെ കളിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇത് നോക്കി നിൽക്കാൻ ഉള്ള ക്ഷമയില്ല പുള്ളിക്ക്. പിന്നെ ഇത് ഇത്തിരി സമയമെടുക്കും. നമുക്ക് വളരെ തിരക്ക് പിടിച്ച് അങ്ങോട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല. കുറച്ച് സമയമെടുക്കും കമ്പിയൊക്കെ വെച്ച് ഒന്ന് നന്നായി കെട്ടി കറക്റ്റാക്കി വരാനായിട്ട്. ഇപ്പോൾ കൂടിൻ്റെ ആ കെട്ടലും ഫിക്സിങ്ങും ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ആ ജനലുമ്മൽക്ക് കയറ്റി വെച്ച് ജനലിൻ്റെ കമ്പിമേൽക്ക് കണക്ട് ചെയ്യാണ് വേണ്ടത്. ഇത് ഏറ്റവും അടിയിൽ വെക്കണ ട്രേ ആണ് കേട്ടോ. ഇപ്പോൾ അവരുടെ ഫുഡ് വേസ്റ്റ് പിന്നെ അതുപോലെ തന്നെ കാഷ്ടമൊന്നും നമ്മുടെ വീട്ടിലേക്ക് ആവാണ്ടിരിക്കാനായിട്ട് അടിയിൽ ട്രേ വെക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ ദിവസവും അതെടുത്ത് ക്ലീൻ ചെയ്താൽ മതി. അതിൻ്റെ മീതെ നമ്മൾ പേപ്പർ വിരിക്കും. അതായത് നമ്മൾ ഈ സദ്യക്കൊക്കെ ടേബിളിന്മേൽ വിരിക്കണ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ടാവുമല്ലോ, അതുപോലെ പേപ്പർ വിരിക്കും. ഇപ്പം പക്ഷേ ഇവിടെ ഇല്ല കേട്ടോ. അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ തന്നെ വാങ്ങണം. ഇന്ന് തന്നെ ഇപ്പോൾ കിളി എത്തുന്നുള്ളത് ഇന്നലെ രാത്രി അറിഞ്ഞുള്ളൂ. ഞാനത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ കൂട് ജനലിൻ്റെ ഏകദേശം മിഡിലായിട്ടാണ് കേട്ടോ വെക്കണത്. ഇത്തിരി ഉയരത്തിലിരിക്കുന്നതാണ് ബേർഡ്സിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ പിള്ളേർ വന്നിട്ട് വല്ലാണ്ട് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും വന്ന് കിളികളുടെ അടുത്തേക്ക് വരും. അവർക്കതൊരു കൗതുകമാണല്ലോ. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും അവർക്ക് കൈയൊക്കെ എത്തും. പക്ഷെ ഉയർന്നിരിക്കുന്നതാണ് നമുക്കും അടിയിലൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ സൗകര്യം. ഇപ്പോൾ അത് പിടിച്ച് എൻ്റെ കൈ ഇത്തിരിച്ച് കഴച്ചു തുടങ്ങി കേട്ടോ. ഇനി ഒരു കമ്പി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്പി വെച്ച് കെട്ടി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അത്ര അധികം വെയിറ്റ് ഇല്ല എങ്കിലും കുറച്ച് നേരം അങ്ങനെ താങ്ങി പിടിച്ച് വെക്കുമ്പോൾ കൈ കഴയ്ക്കും. 2 കതകിൻ്റെ അവിടെയായിട്ട് അങ്ങനെ ഫിക്സ് ചെയ്ത് കുറച്ച് കമ്പികൾ വെച്ചിട്ട് കെട്ടി വയ്ക്കും, ഒട്ടും തൂങ്ങി താഴേക്ക് പോരാണ്ടിരിക്കാനായിട്ട്. ഇത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജനൽ അടയ്ക്കും കേട്ടോ. പിന്നെ ഈ ജനൽ ഈ ബേർഡ്സുള്ളപ്പോൾ തുറക്കാറില്ല. ഞങ്ങളുടെ വീടിൻ്റെ തന്നെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇങ്ങനെ പട്ടികളൊക്കെ അതിലേ നടന്നു പോകണ കണ്ടു കഴിഞ്ഞാൽ ഈ ബേർഡ്സിനൊരു പേടിയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ആകെ ഒരു ഡിസോർഡറായിട്ട് ഇങ്ങനെ പറക്കലും ഒക്കെ ഉണ്ടാവാറുണ്ട്. പൂച്ച പോയി കഴിഞ്ഞാലും അതെ ജനൽ തുറന്നിടുമ്പോൾ കാണാമല്ലോ
പൂച്ചയൊക്കെ അതിലെ നടക്കുന്നത്. അപ്പോഴും അത് ഇവർക്കൊരു ഡിസ്റ്റർബൻസാണ്. പിന്നെ ഇപ്പോൾ വീക്കെൻഡിൽ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് പൊടിയൊക്കെ അടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ചിടും, ഒട്ടും തുറന്നിടാറില്ല. ഈ ബേഡ്സിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പോവാണേ. ഞാൻ ജനലും ഡോറൊക്കെ അടച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ എങ്ങാനും അത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ ബേർഡ് പറന്നു പോയാലോ എന്ന് വെച്ചിട്ട് എല്ലാം അടച്ച് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണേ. ഒരു ബേർഡ് ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് അങ്ങോട്ട് കടക്കൂട്ടാ ഉള്ളിലേക്ക്. നന്നായി നോക്കി വെക്കും, അപ്പോൾ ശരിക്കും കാണാൻ പറ്റുമേ. പക്ഷെ ഒരെണ്ണത്തിന് ഇടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അത് സുഖമായിട്ട് അപ്പുറത്തെ കൂട്ടിലേക്ക് കയറി. പക്ഷേ ഈ ബാക്കിയുള്ള ഒരു ബേർഡ് ഒട്ടും പോകണുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ കൈകൊണ്ടൊക്കെ തട്ടിയൊക്കെ നോക്കി, എന്നിട്ടും അത് അങ്ങോട്ട് കടക്കണില്ല, അപ്പുറത്തെ ആ കൂട്ടിലേക്ക് കടക്കണില്ല. അത് ഈ കൂടുമ്മൽ തന്നെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു, അമർത്തി പിടിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഏട്ടന് ഓഫീസിലത്തെ കോളൊക്കെ വന്നു തുടങ്ങി. ഇതിനെ കുറച്ച് സമയം പിടിച്ചു കിട്ടാം. പിന്നെ ജോലി സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞു. ആ തുണി കൊണ്ട് ബേർഡിനെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് ഇടേണ്ടി വന്നു. ഇതൊട്ടും പോണില്ല. നമ്മൾ ആ ബേർഡ് ഇരിക്കണ കൂടൊക്കെ ഒന്ന് ചെരിച്ച് ഒക്കെ ഒന്ന് നോക്കിയിട്ടും ഒട്ടും അത് ഈ ചെറിയ കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ഈ ബേർഡ് അതിനെ കൂട് ലോക്ക് ചെയ്തിരുന്ന കമ്പിയൊക്കെ നന്നായി കടിച്ച് പറിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ മറ്റേ ബേർഡ് കൂടിൻ്റെ ഉള്ളിൽ കയറി സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, സൗണ്ടൊന്നും അങ്ങനെ ഉണ്ടാക്കണില്ല. പേടിച്ചിട്ടാണോ ഇനി നമ്മളായിട്ട് പരിചയമൊന്നും ഇല്ലല്ലോ, അതിൻ്റെ പേരിലാണോ സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. തുണിയൊക്കെ വെച്ച് പിടിച്ചിടാൻ നോക്കി. പിന്നെ ഏറ്റവും അവസാനം ആ കിളിയായിട്ട് തന്നെ മറ്റേ കൂടിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. ഇത് പാം നട്ട്സാണ്, ഈ ബേർഡ്സിന് കൊടുക്കണതാണ്. അത് ഇട്ട് കൊടുത്തു. പിന്നെ പേരൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ കൂടിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ ഇവർ ഫുഡൊക്കെ ഇനി കഴിക്കാനായിട്ട് സമയം എടുക്കുമായിരിക്കും. ഇന്നിപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാൻ സാധ്യതയില്ല. അവറ്റങ്ങൾക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലമൊക്കെ ആണല്ലോ, ആൾക്കാരെയും അറിയില്ല. 1-2 ദിവസത്തിനുള്ളിൽ ഫുഡൊക്കെ കറക്റ്റായിട്ട് കഴിച്ച് തുടങ്ങുമായിരിക്കും. വെള്ളം വെച്ച് കൊടുക്കണം. ഇനിയൊന്ന് താഴെയൊക്കെ ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാവേ. ഞാൻ അതിൻ്റെ താഴെ വീണ തൂവലും ആ പേപ്പറും എല്ലാം എടുത്ത് മാറ്റി ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇതേ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കുറുമ്പുണ്ട് കേട്ടോ ഈ കിളികൾക്ക്. എന്താണെങ്കിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല, അപ്പോഴത്തേനും അത് തട്ടിക്കളയാൻ നോക്കണം കേട്ടോ. ഈ കിളി അങ്ങനെ തന്നെയാണ് മിക്കപ്പോഴും. ഇപ്പോൾ നമ്മുടെ അവിടെ തൃശ്ശൂരുള്ള വീട്ടിലാണെങ്കിലും അത് അവരുടെ ആദ്യം പാത്രത്തിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഇതുപോലെ എടുത്തൊക്കെ കളയും. എന്നിട്ടിപ്പോൾ നമ്മൾ സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഫുഡൊക്കെ കറക്റ്റായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കിളി എപ്പോഴും അത് വെള്ളം വെച്ച് കൊടുക്കുന്നതാണെങ്കിലും നമ്മൾ ട്രേയിൽ ഫുഡ് വെച്ച് കൊടുക്കുന്നതാണെങ്കിലും ഒക്കെ എടുത്ത് കളയും. ഉള്ളിൽ നല്ല കനമുള്ള കല്ലൊക്കെ വെച്ചിട്ടൊക്കെ വെച്ച് കൊടുക്കും. പക്ഷെ എന്നാലും അതത് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടി കളയും.
സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഈ ബേഡ്സൊക്കെ ഒന്ന് സെറ്റായി ഒരു 2 ദിവസത്തിന് ശേഷമൊക്കെ വീഡിയോ എടുത്തിട്ട് ഇടാം കേട്ടോ. ഇവർക്കൊരു പരിചയമൊക്കെ ആവണമല്ലോ. ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കഴിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രമിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.